ഇതാണ് നമ്മുടെ ടൗൺഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പണിയും ഇല്ല, പണിക്കാരും ഇല്ല, പട്ടി കിടന്നത്തിൽ ഒരു പൂട പോലും ഇല്ല. വാക്കാണല്ലോ പ്രധാനം. വാക്കേ വയനാട് ഫണ്ടിന്റെ സർവേയോട് പറഞ്ഞല്ലോ 75 വായ്പാണ്. പക്ഷേ കോൺഗ്രസ് ഭരണമില്ല. മൈക്ക് വാങ്ങിച്ച് അങ്ങനെ മൈക്ക് വാങ്ങി വെച്ചിട്ടൊന്നും കാര്യമില്ല. ജനങ്ങൾ ചോദിക്കും, അവിടെ മരിച്ചുപോയ പാവപ്പെട്ട ആളുകളുടെ ശരീരം, ശവശരീരം വെച്ചിട്ടാണ് നിങ്ങൾ പണം വാങ്ങിയിട്ടുള്ളത്. ആ പണത്തിന് നിങ്ങൾ കണക്ക് പറഞ്ഞേ വെക്കൂ. കണക്കുണ്ട്, ബാങ്കിൽ കിടക്കുന്നുണ്ട്. സ്ഥലം വാങ്ങി അങ്ങോട്ട് പൈസ ചെലവായി എന്നൊക്കെ പറയുന്നത്. കൃത്യമായ കണക്ക് അവതരിപ്പിക്കണം. നിങ്ങൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ആ ബഹുമാനമൊക്കെ അങ്ങ് പോയി പോകും. കേട്ടത് ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി താങ്കൾ പറഞ്ഞു വെക്കൂ. വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുണച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ കേരള സർക്കാർ അന്ന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. അപ്പൊ അതിന്റെ ബാക്കി പണി നടന്നുകൊണ്ടിരിക്കുക. ആരാ ചെയ്യേണ്ടത്? നിങ്ങളാണ് ആ പണി ചെയ്യേണ്ടത്. എന്താണ് ഇപ്പൊ അവസ്ഥ എന്നല്ലേ നമുക്ക് വാർത്ത കാണാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ 2ാം ഘട്ട നിർമ്മാണം മന്ദഗതിയിലെന്ന ആരോപണം. നിർമ്മാണ ജോലികൾ ഇടഞ്ഞു നീങ്ങുന്നതിനാൽ പുനരധിവാസം അനിശ്ചിതത്വത്തിലാകുമെന്ന ആശങ്കയിലാണ് ദുരന്ത ബാധിതർ. മഴ കനക്ക് മുൻപേ വീടുകളിൽ താമസിക്കാൻ സൗകര്യമൊരുക്കുമെന്ന് അധികൃതർ നൽകിയ ഉറപ്പിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ദുരന്ത ബാധിതർ. പല വീടുകളുടെയും വാർപ്പ്, പ്ലംബിംഗ്, വയറിംഗ് അടക്കം മറ്റു നിർമ്മാണ പ്രവർത്തികൾ ഇനിയും കൽപ്പറ്റയിലെ സർക്കാർ ടൗൺഷിപ്പിൽ പൂർത്തിയാക്കാനുണ്ട്. മുൻപ് രാപ്പകൽ വ്യത്യാസമില്ലാതെ 2300-ലധികം തൊഴിലാളികൾ പ്രതിദിനം ജോലി ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ വെറും 600ഓളം പേർ മാത്രമാണ് ടൗൺഷിപ്പിൽ ജോലി ചെയ്യുന്നത്. 2ാം ഘട്ടത്തിൽ നിർമ്മിക്കേണ്ട 149 വീടുകളുടെ നിർമ്മാണം ഇതോടെ മന്ദഗതിയിലായി. തൊഴിലാളികളുടെ എണ്ണത്തിൽ വന്ന വൻ കുറവാണ് പദ്ധതിയെ പ്രതിസന്ധിയിലാക്കിയത്. ഈ 2ാം ഘട്ടം 149 പേരുണ്ട്. അവരുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് തന്നെ ഉറപ്പുവരുത്തണം. പണി ചെറുതായിട്ട് എഴുതുന്നു എന്നൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. അത് മാറണം. സോൺ 5-ലാണ് കൂടുതൽ വീടുകളുടെയും നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകാതെ കിടക്കുന്നത്. മന്ത്രിമാരായ ടി സിദ്ദിഖ്, കെ എം ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം 31-ന് കലക്ടറേറ്റിൽ അടിയന്തര യോഗം ചേർന്ന നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് തൊഴിലാളികളുടെ എണ്ണം കൂട്ടാൻ നിർദ്ദേശം നൽകിയെങ്കിലും ഫലം കണ്ടില്ല. 2ാം ഘട്ടത്തിലെ ഗുണഭോക്താക്കളുടെ നറുക്കെടുപ്പ് പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. 1ാം ഘട്ടത്തിൽ കൈമാറിയ 178 വീടുകളിൽ 120 വീടുകളിലാണ് താമസം തുടങ്ങിയത്. കാലവർഷം ശക്തിയാകുന്ന സാഹചര്യത്തിൽ നിർമ്മാണം മുടങ്ങാൻ സാധ്യതയുണ്ടെന്നും കൂടുതൽ തൊഴിലാളികളെ എത്തിച്ച നിർമ്മാണം വേഗം പൂർത്തിയാക്കണമെന്നുമാണ് ദുരന്തബാധിതരുടെ ആവശ്യം. റിപ്പോർട്ടർ, വയനാട്. അല്ലേലും പിണറായി വിജയൻ നടപ്പിലാക്കിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവര് നടക്കുന്നത്. ഉളുപ്പുണ്ടെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഉളുപ്പില്ല. നുണ പറഞ്ഞു നടക്കുന്ന ഒരു സതീശ മുതലാളിയും പിന്നെ കൂടെ വെറുതെ കിടന്ന് ചിരിക്കുന്ന കുറെ എണ്ണവും. അങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? പാവപ്പെട്ട മനുഷ്യന്മാർക്കാണ് വീട് കിട്ടേണ്ടത്. ന്യായമായ കാര്യമാണ്. നിങ്ങൾ പിരിച്ച പണം എവിടെ? സർക്കാർ ഉണ്ടാക്കി കൊടുക്കേണ്ട വീട് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. കൂലി കൊടുക്കണം. അത് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിച്ച് എല്ലാവരും UDF-നെ അധികാരത്തിൽ കയറ്റി ഇരുത്തിയപ്പോ അവരെല്ലാവരും വലിയ ഡയലോഗ് അടിച്ചിരുന്നു. ഇനി അടിപൊളിയായിരിക്കുന്നു. അടിപൊളി എവിടെ അടിപൊളി? ലാൻഡ് സ്ലൈഡ് നടന്നുള്ളത് നമ്മുടെ വീടിന് അപ്പുറത്തല്ല, അങ്ങ് വയനാടാ. അവരിപ്പോഴും വാടക വീട്ടിലാണ്. നിങ്ങൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടത്. ഊളത്തരം കാണിക്കരുത്. ഇനി ആ പൈസ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ആളുകൾ. ഭരണപക്ഷത്തല്ലാത്ത സമയത്ത്, നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പിരിച്ചെടുത്ത പൈസ അല്ലേ, അതെവിടെയെന്ന് ചോദിക്കുമ്പോ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഇവരെയൊക്കെ എന്താ ഞാൻ പറയേണ്ടത്? ഇവരൊക്കെ എന്ത് ജനപ്രതിനിധികളാടോ? ഇവരൊന്നും അതല്ല. ഇവരൊക്കെ ശരിക്കും ബിസിനസ്സാ ചെയ്യുന്നത്. ബിസിനസ്, ഫണ്ട് ഉണ്ടാക്കുന്ന ബിസിനസ്. എടാ, സുനാമി ഫണ്ട് എവിടെ? അങ്ങനെ എത്ര ഫണ്ടുകൾ ഇവർ പിരിച്ചെടുത്തിട്ടുണ്ടെന്ന് അറിയോ? ഇപ്പൊ ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ആ സ്ഥലത്ത് ഒരു വീട് പോലും വെക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ഇനി ഒന്ന് ശ്വാസം മടക്കി പിടിച്ച് ഇവരുടെ നുണകൾ മുഴുവൻ ഒന്ന് കേൾക്ക്. UDF-നെ ജയിപ്പിച്ച് അധികാരത്തിൽ കൊണ്ട് ഇരുത്തിയ നിങ്ങൾ ഇത് കൺകുളിർക്കെ ഒന്ന് കണ്ട് ഒന്ന് അട്ടഹാസിക്കൊന്ന് ചിരിക്കണം. പൂക്കിച്ചിരി, നിങ്ങളും ചിരിക്കി. വയനാട് ഫണ്ടിന്റെ സർവേയോട് പറഞ്ഞല്ലോ 75 വായ്പാണ്. പക്ഷേ കോൺഗ്രസ് ഭരണമില്ല. മൈക്ക് വാങ്ങിച്ച് ഫണ്ട് കൃത്യമായിട്ടുണ്ട്. കണക്കൊന്ന് പറയാമോ? നിങ്ങളോട് പറയണം. ശരി, ഓക്കെ, താങ്ക് യു. അല്ല, അതിനെ സ്ഥലം കണ്ടെത്തണം. അതിന് സ്ഥലം കണ്ടെത്തണം. യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളും ഈ സ്ഥലം കണ്ടെത്തുന്ന മുറക്കും ആ വീടുകളും തീർച്ചയായിട്ടും നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട, അതിനകത്ത് സംശയമില്ല. ഞങ്ങൾ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ വീടുകൾ 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് ആളുകൾ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. ഞങ്ങൾ ഇലക്ഷന് മുമ്പ് തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്ന വീടുകൾ പൂർത്തിയാക്കും.
ഞങ്ങൾ 30 വീടുകൾ പണിയുമെന്ന് പറഞ്ഞു. സർക്കാരിന്റെ വീട് വരുമ്പോ തന്നെ കോൺഗ്രസിന്റെ വീടും ഉണ്ടാവും. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി പറയണ്ട. KPCC പ്രസിഡന്റ് പറയും വയനാട്ടിലെ ഫണ്ടിന്റെ കാര്യം അതിലെന്താ ചോദ്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഇത് ഗവൺമെന്റ് പണിയല്ല. ഈ സംശയവും ചോദ്യം വരുന്നത് നമ്മൾ ഈ ഫണ്ടിന്റെ കണക്ക് പറയാത്തതുണ്ട്. കാര്യത്തിൽ എന്താണ് അങ്ങനെ? കോൺഗ്രസിന്റെ കാര്യത്തിൽ കണക്ക് കൃത്യമായിട്ടുണ്ട്. ഓരോരാൾ ചോദിക്കുന്നതാണോ നല്ലത്? അല്ല 5 പേര് ഒന്നിച്ച് ചോദിക്കുന്നത്. മറുപടി ഞാൻ പറഞ്ഞല്ലോ, അതിന് വ്യക്തമായ കണക്കുണ്ട്. ആ കണക്ക് പറയേണ്ടടുത്ത് പറയും എന്ന് തന്നെയാ പറഞ്ഞത്. വയനാട് ഫണ്ടിന്റെ കാര്യം ചോദിക്കുന്നത് എന്താ? മറ്റു ചോദ്യം ചോദിക്കുന്നത് ഏത് അക്കൗണ്ടിലാണ് ആ പണം ഉള്ളത് ചോദിക്കാൻ കാരണം എന്താണ്? പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനല്ല. വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞിട്ട് വീട് നിർമ്മിക്കുന്നില്ല. ലീലാ ദാമോദര മേനോന്റെ സ്മാരക കണക്ക് എനിക്കറിയണ്ട. KA ദാമോദര മേനോന്റെ സ്മാരക കണക്ക് എനിക്കറിയണ്ട. CN സ്റ്റീഫന്റെയോ കരുണാകരന്റെയോ പനമ്പിള്ളിയുടെയോ എനിക്കറിയണ്ട. വയനാട് അറിയണം. അത് ഈ നാട്ടിലുണ്ടായ ദുരന്തമാണ്. മൃതശരീരങ്ങൾ കാണിച്ച് കാശ് വാങ്ങിയതാണ്. വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞതാണ്. വീടിന് തറയിട്ടിട്ടില്ല. ഉണ്ടാക്കാൻ പരിപാടിയുമില്ല. അതാണ് ചോദ്യം ചെയ്യുന്നത്. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ഇവിടെ ചെയ്യുന്നില്ല. പിന്നെയാണ് ഇവര് പറയുന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് ആരും വിശ്വസിക്കാതിരിക്കുക നല്ലത്. DYFI അവിടെ പോയിട്ട് സമരം ചെയ്യാൻ പോവായിരുന്നു. അപ്പൊ പറഞ്ഞ ഡയലോഗ് ഉണ്ട് സതീശൻ, അങ്ങനെ കയറി കഴിഞ്ഞാൽ ഒക്കേനും പിടിച്ച് അകത്തിടും എന്നുള്ളത്. ഉളുപ്പുണ്ടോ? ആ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ശവശരീരം വിറ്റാണ് നിങ്ങൾ കാശാക്കിയത്. ശവശരീരം വിറ്റിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ പാവപ്പെട്ട മനുഷ്യന്മാരോട് ഒരു വിറ്റ് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഊളത്തരം ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ്. ആ വീടൊന്ന് വെച്ചു കൊടുക്ക്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത്? എത്ര കാലമായി നിങ്ങൾ ഈ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? ഇങ്ങനെ നുണകൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താകും? കേരളത്തിൽ എന്തായാലും ഇങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ഇനി കിട്ടൂല. ഞാൻ കാര്യമായിട്ട് പറയാം, നിങ്ങൾക്ക് വോട്ട് കിട്ടൂല. ഇപ്പൊ ഇല്ലാത്ത പണവും കാണിച്ചുകൊണ്ട് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഒരു ബജറ്റ് അവതരണം നടത്തിയിട്ടുണ്ട്. എന്താ ചെയ്യാൻ പോകുന്നത്? അതിനിടയിൽ സലീം കുമാറിന് ഇവർ സ്മാരകമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു MP ഉണ്ട്, ഇന്നസെന്റ് എന്നാണ് പേര്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, MP ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലൊന്നും ഇവിടെ ആരും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. നേരെ തിരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കോൺഗ്രസിനെയും നിരന്തരമായിട്ട് ക്രൂശിച്ചിരുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ഇതുണ്ടാക്കി കൊടുക്കാൻ പോകുന്നു. സംഭവം നിങ്ങൾ ആ സ്മാരകത്തോട് കൂടിയിട്ട് ചിലപ്പോൾ ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കാം. എന്നാലും ആ 1 കോടി രൂപയുണ്ടല്ലോ, ആ 1 കോടി രൂപ നിങ്ങൾ അതിന് മാറ്റിവെക്കുമ്പോൾ നിരീശ്വരവാദിയായിട്ടുള്ള ആ ഒരു മനുഷ്യൻ അപ്പൊ സ്വർഗത്തിലോ നരകത്തിലാണോന്നൊന്നും അറിയില്ല. എന്നാൽ പോലും അദ്ദേഹം ഇതൊക്കെ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. കാര്യമായിട്ട് പറയാം. അദ്ദേഹം അത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കൂ എന്നേ പറയുള്ളൂ. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത് അല്ലെ. അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും മനുഷ്യന്മാരെ ചേർത്ത് വെക്കാനേ പറയുള്ളൂ. വലിയൊരു വിഡ്ഢിത്തരമാണ് ഇപ്പൊ ഇദ്ദേഹം ചെയ്ത് കൂട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഊളത്തരങ്ങൾ കാണിക്കരുത്. VD സതീശോ, നിങ്ങൾ ഈ നുണകൾ കൊണ്ട് എവിടേക്കാണ് കയറിപ്പോകുന്നത്? നിങ്ങളെ താഴെ ജനങ്ങൾ വലിച്ചിടും. നിങ്ങളത് മനസ്സിലാക്കണോ? ജനാധിപത്യ രാജ്യമാണിത്. ഇതൊക്കെ കണ്ടിട്ട് അടിമകളെ പോലെയുള്ള കുറെ എണ്ണം അങ്ങ് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരും. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ അടിമകളാവരുത്. വയനാട് ലാൻഡ് സ്ലൈഡ് നടന്ന് കഴിഞ്ഞ സർക്കാർ അവിടെ വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന്റെ ബാക്കി പണികളെങ്കിലും ഒന്ന് തീർത്തു കൊടുക്കാൻ പറയും. എന്നതിന് ശേഷം ഇവര് പിരിച്ച ഈ പണം അത് എവിടെ പോയി എന്തായി എന്ന് കൃത്യമായിട്ട് ജനങ്ങളെ അറിയിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വീട് 30 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടും ഉണ്ടാക്കി കൊടുത്തും മലത്തി കൊടുക്കും എന്നൊക്കെ പറയുന്നില്ലേ നിങ്ങൾ എവിടെയാണ് ഇതൊക്കെ കൊണ്ടുപോയി പൂഴ്ത്തുന്നത്? അത് ചെയ്യ്. സുനാമി ഫണ്ടിന് ഒരു കണക്ക് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കണം കേട്ടാ. ഇപ്പൊ ഇത് ചോദിച്ചില്ലെങ്കിൽ നാളെ ചോദിക്കാൻ കഴിയുന്നു വരില്ല. കാരണം അമ്മാതിരി ഊളത്തരം കാണിച്ചുകൊണ്ടാണ് ഇപ്പൊ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ രാഷ്ട്രീയ സംഘടന, ആ സാമുദായിക സംഘടന, അവർ വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ വീട് പറഞ്ഞ സമയത്തിനുള്ളിൽ വെച്ചു കൊടുക്കുകയാണ്. അപ്പോഴും നിങ്ങൾ സതീശനോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സതീശൻ കൊഞ്ഞലം കുത്തുന്നു ചിരിക്കും. മതി, അത്ര മതി, ഇത്രേ ഉള്ളൂ. ഇപ്പൊ UDF വോട്ട് ചെയ്ത ആളുകളൊക്കെ ഖേദിക്കുന്നുണ്ടാവും, ഖേദിക്കാൻ കിടക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ. 6 മാസമാണ് ഞാൻ പറയുന്ന സമയം. 6 മാസത്തിനുള്ളിൽ നിങ്ങൾ UDF എന്താണെന്ന് മനസ്സിലാക്കും. RSSും BJPയും കോൺഗ്രസും ഒക്കെ ചേർന്ന് എന്താണ് ഇവിടെ കളിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടോളി. 1000 കോടി രൂപയുടെ ബോണ്ട്, അത് ഞാൻ ഇടക്കിടക്ക് വിളിച്ചു പറയും. കാരണം നമ്മളെ തീരെഴുതി കൊടുത്തിരിക്കുകയാണ് ഇവിടെ അമേരിക്കൻ കമ്പനികൾക്ക്. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.